അപ്പോൾ എങ്ങനെയാ ബാസിലെ, സംവാദത്തിന് റെഡിയല്ലേ? ഫോമൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ആകെയുള്ള കണ്ടീഷൻ ഇതാണ്, എന്താണ്, തുല്യമായ സമയവും തുല്യമായ മോഡറേഷനും തുല്യമായ സംപ്രേഷണാവകാശവും. ഇത് മാത്രമേ ഉള്ളൂ. ഇൻഫ്ലുവൻസിൻ്റെ ഭാഗമായിട്ട് ഷിഹാബുദ്ദീൻ മേത്ര വരും. വിഷയം ബാസിൽ പറഞ്ഞത് തന്നെ, അടിമത്തം ഇസ്ലാമിലും ആധുനികതയിലും. ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും വെല്ലുവിളിച്ചതല്ലേ. ഓഫ്ലൈനായിട്ടുള്ള ആളുകൾ ആരിഫും ബാക്കിയുള്ളവരൊക്കെ എടുത്തിട്ടുണ്ട്. ഓൺലൈനായിട്ടുള്ളത് ഇൻഫിഡൽസ് ഗ്രൂപ്പ് ഏറ്റെടുക്കുകയാണ്. ഓക്കെ അല്ലേ? ഞുടായി പറക്കരുതേ, ആദ്യമേ പറഞ്ഞേക്കാം. അബ്ദുള്ള ബാസിൽ ആദ്യമേ പറഞ്ഞതല്ലേ ഉടായ്പിറക്കരുത് ഉടായ്പിറക്കരുത് അല്ലേ? വീണ്ടും ഉടായ്പിറക്കി. ഈ വിഷയത്തിൽ ഇടയ്ക്ക് ഉടായ്പ് എന്താണെന്നുള്ളത് ഷിഹാബുദ്ദീൻ മേത്തർ വിശദീകരിക്കും. നമസ്കാരം. അൺമാസ്ക് നോവലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എൻ്റെ സംവാദ നീക്കത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നതിന് മുമ്പായിട്ട് അതിലൊരു പശ്ചാത്തലം വിശദീകരിക്കേണ്ടതുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ അൺമാസ്കിംഗ് അനോമലീസ് ഒരു വെല്ലുവിളി മുന്നോട്ട് വച്ചിരുന്നു. അടിമത്തം ഇസ്ലാമിലും ആധുനികതയിലും എന്ന വിഷയത്തിൽ അവർ അവിശ്വാസികളുമായി ഒരു സംവാദത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിനുള്ള പ്രതികരണമായി ആരിഫ് അൽ ഹുസൈനും അതുപോലെ തന്നെ ലിയാഖത്ത് അലിയും അവർ ഓൺലൈനിലുള്ള സംവാദത്തിനല്ല താല്പര്യം, അവർക്ക് ഓഫ്ലൈനിൽ, അതായത് പൊതുവേദിയിലാണെന്നുള്ള കാര്യം അവരെ അറിയിച്ചിരുന്നു. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നത്. പക്ഷേ ഇവരുടെ ഈ സംവാദ ചലഞ്ച് ഓൺലൈനിൽ വളരെ സജീവമായിട്ട് അവർ തന്നെ വീണ്ടും ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനോട് അങ്ങനെ പ്രതികരിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്നൊരു ധാരണ ഇൻഫിഡൽസ് ടീമിനുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് ഞാൻ ഇൻഫിഡൽസ് ടീമിൻ്റെ ഡെലിഗേറ്റ് എന്ന നിലയിൽ ഇത് ഏറ്റെടുക്കാനായിട്ട് തയ്യാറായി. കഴിഞ്ഞ 27-ാം തീയതി, അതായത് കഴിഞ്ഞ ബുധനാഴ്ച അല്ലെങ്കിൽ 27/11/2024 അൺമാസ്കിംഗ് അനോമലീസ് ടീമിൻ്റെ അവർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തു. അതിലെൻ്റെ പേര്, എൻ്റെ ഇമെയിൽ ID, എൻ്റെ ഫോൺ നമ്പേഴ്സ് എന്നിവ കൂടാതെ ഏത് തരത്തിലുള്ള സംവാദത്തിനാണ് താല്പര്യമെന്നും പറഞ്ഞിരുന്നു. ഒന്ന്, സംവാദ വിഷയം അടിമത്തം ഇസ്ലാമിലും ആധുനികതയിലും എന്നുള്ളതാണെന്നും, രണ്ട്, പങ്കെടുക്കുന്ന ആൾക്കാരുടെ എണ്ണം, അതായത് അത് ഞാൻ മാത്രമാണെന്നും ഒറ്റ വ്യക്തിയാണെന്നും, അതുകൂടാതെ എനിക്ക് സൗകര്യപ്രദമായ ഡേറ്റ്സ്, പങ്കെടുക്കാനുള്ള ഡേറ്റ് അവർ ചോദിച്ചിരുന്നു. അത് 8/12/2024 ഞായറാഴ്ച, 15/12/2024 ഞായറാഴ്ച, ഈ 2 ദിവസങ്ങൾ പങ്കെടുക്കാൻ ഉതകുന്ന എനിക്ക് അനുയോജ്യമായ സമയം വൈകിട്ട് 4 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള സമയം. കാരണം ഒരു സംവാദമാകുമ്പോൾ നീണ്ടു നിൽക്ക് 10 മണിക്ക് ശേഷം പോകാൻ പാടില്ല സമയം, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. അതുള്ളത് ആ സമയം വരെയുള്ള സമയത്തിൽ ഞാൻ അങ്ങോട്ട് എൻ്റെ ഓപ്ഷനായിട്ട് ഞാൻ കൊടുത്തിരുന്നു. മറ്റൊരു കാര്യം വിശദീകരിക്കാനുള്ളത്, ഏത് തരത്തിലുള്ള സംവാദമാണ് താല്പര്യപ്പെടുന്നതെന്നും പറഞ്ഞിരുന്നു. അവിടെ എനിക്ക് തുല്യ അവസരം ഉണ്ടായിരിക്കണം, തുല്യ സമയം നൽകിയിരിക്കണം. അതുപോലെ തന്നെ ഈ അംഗസംഖ്യ, മോഡറേറ്റർമാരുടെ സംവാദകരുടെ എണ്ണം, ഞാൻ ഒരാളാണെങ്കിൽ അപ്പുറത്ത് ഒരാൾ ഉണ്ടാകാനേ പാടുള്ളൂ, അതോ ഒരുപോലെ ആയിരിക്കണം. മോഡറേറ്റർഷിപ്പ് അതും ഒരുപോലെ ആയിരിക്കണം. ഇവിടെ ഒരാളെങ്കിൽ മോഡറേറ്ററായിട്ട് എൻ്റെ ഭാഗത്തുനിന്നുള്ളതെങ്കിൽ അവിടെയും ഒരാളാണ് മോഡറേറ്ററായിട്ട് ഉണ്ടായിരിക്കേണ്ടത്. കൂടാതെ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ, പ്രസൻറ്റേഷന് അനുകൂലമായ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ, അത് പശ്ചാത്തല സൗകര്യങ്ങൾ നമുക്ക് നൽകണം. ഇതൊക്കെയാണല്ലോ സാധാരണ ആവശ്യങ്ങൾ. അപ്പോൾ ഈ കാര്യങ്ങളും പറഞ്ഞിരുന്നു. വളരെ വൈകാതെ തന്നെ പിറ്റേ ദിവസം രാവിലെ എനിക്കൊരു മെസ്സേജ് വന്നു. ആ മെസ്സേജ് ഞാൻ കാണുന്നത് ഉച്ച കഴിഞ്ഞിട്ടാണ്. വാട്സപ്പ് മെസ്സേജാണ് വരിക. വാട്സപ്പ് മെസ്സേജിൽ വന്നയാൾ എനിക്ക് പരിചയത്തിലുള്ള ആളോ കോൺടാക്റ്റിലുള്ള ആളോ അല്ല, ഒരു സാരിഫ് എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ആൾ. അയാൾ അൺമാസ്കിംഗ് അനോമലീസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ കോഓർഡിനേറ്ററാണ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്നു. അപ്പോൾ അതിലാവശ്യപ്പെട്ടുള്ള ഒരു കാര്യം, ഞാൻ ആരാണ്, വിശ്വാസിയാണോ അവിശ്വാസിയാണോ എന്നറിയണം. അതുമാത്രവുമല്ല, സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്താണെന്നും കൂടെ പറയണം എന്ന് പറഞ്ഞിരുന്നു. അതായത് സമർപ്പിക്കപ്പെട്ട ഗൂഗിൾ ഫോമിൽ ഈ പറഞ്ഞ വിഷയം എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കെ അത് ആവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഞാൻ മെസ്സേജ് കാണുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ്. 28-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഞാനിതിന് മറുപടി ഇട്ടു. സംവാദമാണെന്നുള്ള കാര്യവും വിഷയവും ഫോമിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ല, സംവാദത്തിനാണ് താല്പര്യം. അതുപോലെ തന്നെ സംവാദത്തിൻ്റെ വിഷയം എന്നതാണെന്ന് ഞാൻ കൃത്യമായിട്ട് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തപ്പോൾ അതിനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താങ്കൾ ഇൻഫിഡലാണോ അല്ലെങ്കിൽ താങ്കൾ വിശ്വാസിയാണോ അവിശ്വാസിയാണോ ചോദ്യത്തിന് ഞാൻ ഉത്തരമായിട്ട് പറഞ്ഞത്, ഇൻഫിഡൽസ് ടീമിൻ്റെ ഭാഗമായിട്ടുള്ള ഞാൻ ഒരു ഇൻഫിഡൽ ആകാതിരിക്കുന്നത് എങ്ങനെയാണ്? കാരണം ഇൻഫിഡൽസ് ടീം എന്ന് പറഞ്ഞാൽ അവിശ്വാസികളുടെ ടീമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഞാൻ അവിശ്വാസി ആയിരിക്കണമല്ലോ എന്ന് ചോദിച്ചപ്പോൾ ആരാണ് ഈ ഇൻഫിഡൽ ക്ലബ്ബ് എന്ന മട്ടിലാണ് ഇങ്ങോട്ട് ചോദ്യം. ഇൻഫിഡൽ ടീമിനെ സംബന്ധിച്ച് ഇവർക്ക് അറിയായൊന്നുമില്ല. കാരണം ഈ ഒരു പ്രമാദമായ അല്ലെങ്കിൽ വിഖ്യാതമായ ഒരു ടോക്ക് ഉണ്ടല്ലോ, അത് ഹാഷ്മിയും അതുപോലെ രവീന്ദ്രൻ സിയും തമ്മിൽ നടന്നിട്ടുള്ളൊരു ടോക്കിൽ ഒരു കാര്യത്തെ തെറ്റായിട്ട് ഹാഷ്മി ചിത്രീകരിച്ചതും അങ്ങനെ സി രവീന്ദ്രനെ അടിച്ചിരുത്താനായിട്ടുള്ള ശ്രമം നടത്തിയതും ഇൻഫിഡൽസ് ടീമാണ്. അല്ലെങ്കിൽ ഇൻഫിഡൽസ് ടീമിലെ UV നവാസാണ് പൊതുലോകത്തിന് മുമ്പിൽ പുറത്തേക്ക് കൊണ്ടുവന്നത്. അതിലെ തട്ടിപ്പുകൾ തുറന്ന് കാണിച്ചുകൊണ്ട് വീഡിയോ അദ്ദേഹം ചെയ്തിരുന്നു.
അത് ഇൻഫിഡൽസ് ചാനലിലാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്, യൂട്യൂബ് ചാനൽ. അപ്പോൾ അതിനോട് റെസ്പോണ്ട് ചെയ്തുകൊണ്ട് ബാസിത്ത് അടക്കമുള്ള ആൾക്കാർ അല്ലെങ്കിൽ അൺമാസ്കിംഗ് അനോമലിസ് ടീം വേറെ വീഡിയോയും ചെയ്തിരുന്നു. അപ്പോൾ അവർക്കിതൊന്നും അറിയാത്ത കാര്യമില്ല, ഇൻഫിഡൽസ് ടീമിനെ അവർക്ക് പരിചയമില്ല എന്നുള്ളതൊക്കെ ഒരു ജാട ഇറക്കുക അല്ലെങ്കിൽ ഇൻഫിഡൽസ് ടീമിൻ്റെ കൊച്ചാക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയിലാണ് അവർ പോയിട്ടുള്ളത്. പിന്നെ അടുത്ത മെസ്സേജ് വരുന്നത് ഒരു യൂട്യൂബ് ലിങ്ക് തരികയാണ്. അത് അന്നേ ദിവസം തന്നെയാണ് 1:52. അത് ആരിഫ് ഹുസൈൻ്റെ ഒരു ടോക്കിലേക്ക് യൂട്യൂബ് പ്രസൻറ്റേഷനിലേക്കുള്ള ഒരു ലിങ്കാണ്. ഇതിൽ പറഞ്ഞിട്ടുള്ള ഷിഹാബ് താങ്കളാണെങ്കിൽ ഇവർ 1-ാം തീയതി അവർ ഫിക്സ് ചെയ്തിട്ടുള്ള സംവാദത്തിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ പങ്കെടുക്കാവുന്നതാണ്. അതിന് എങ്ങനെയാണ് മറുപടി പറയേണ്ടത്? അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് ചോദിക്കും, താങ്കൾ ആരാണ്? ഇൻഫ്ലുവൻസ് ടീമിൻ്റെ ഭാഗമായിട്ട് എന്നെ അറിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങോട്ട് ചോദിക്കാമല്ലോ, താങ്കൾ ഈ UA ടീമിൻ്റെ കോർഡിനേറ്റർ ആണെന്ന് ഞാൻ എങ്ങനെ അറിയും? കാരണം ഐഡൻറ്റിഫിക്കേഷൻ ഒന്നും നടത്തിയിട്ടില്ലല്ലോ. മാത്രമല്ല, എന്തിനാണ് ഇൻഫ്ലുവൻസ് ടീം ആരാണ്, എന്താണ് ഇൻഫ്ലുവൻസ് ടീം എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഗൂഗിൾ ഫോം വായിച്ച് നോക്കിയില്ലേ എന്നുള്ള കാര്യം ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു. ഇനി അത് പോട്ടെ, അത് അങ്ങനെ ആ ചർച്ച അവിടെ നിൽക്കുന്നു. അപ്പോൾ റെഡിയാണെങ്കിൽ പറയാനാണ് പറയുക. 1-ാം തീയതി ഡിസംബർ 1-ാം തീയതിയിലെ സംവാദത്തിന് ഞാൻ റെഡിയാണോ എന്ന് പറയണം. ആർക്ക്? ലിയാഖത്തും ആരിഫും സംവാദത്തിൽ പങ്കെടുക്കാൻ എത്തിയില്ലെങ്കിൽ പകരക്കാരനായിട്ട് കൂടാനായിട്ട് ഞാൻ തയ്യാറാണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, ഇവരാരും വരാത്ത രീതിയിൽ ഇവരുടെ പകരക്കാരനായിട്ടാണോ ഞാൻ വരേണ്ടത്? ഞാൻ എൻ്റെ മര്യാദയ്ക്ക് അവരാവശ്യപ്പെട്ടിട്ടുള്ള ഫോമിൽ കൃത്യമായിട്ട് ഫോം ഫില്ല് ചെയ്ത് സംവാദത്തിൽ തയ്യാറാണെന്ന് അറിയിക്കുമ്പോൾ ഒന്നുകിൽ എനിക്കൊരു ഡേറ്റ് തരിക, ഒരു സമയം തരിക, സംവാദത്തിന് തയ്യാറാണെന്ന് പറയുക. നിങ്ങൾക്കത് സൗകര്യപ്രദമാണെന്ന് ഇങ്ങോട്ട് ചോദിക്കുക, സൗകര്യപ്രദമാണെന്ന് ഞാൻ അങ്ങോട്ട് പറയുമ്പോൾ ഓക്കെ, നമുക്ക് സംവാദം ഫിക്സ് ചെയ്യാമെന്ന് പറയാം. അല്ലാതെ വേറെ 2 പേരെ ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്, അവർ 2 പേരും വന്നില്ലെങ്കിൽ താങ്കൾ ഇരുത്താം. ഇതെന്തൊരു മര്യാദയാണ് എന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു. അപ്പോൾ അവർ ഇങ്ങോട്ട് പറയുന്ന സാരിഫ് എന്ന് പറയുന്ന UAയുടെ കോർഡിനേറ്റർ പറയുന്ന കാര്യം, ആരിഫ് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. ഏത്? ഈ വിഷയം, അത് എൻ്റെ പേരടക്കം ഷിഹാബുദ്ദീൻ മേത്തർ ഓൺലൈനിൽ സംവാദത്തിന് തയ്യാറാണ് എന്നുള്ള കാര്യം ആരിഫ് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ആരിഫിന് പകരമായിട്ടോ ലിയാഖത്തിന് പകരമായിട്ടോ നിങ്ങളെ വേണമെങ്കിൽ എടുക്കാം എന്ന മട്ടിൽ തേർഡ് പേഴ്സണായിട്ട് അല്ലെങ്കിൽ AB എന്നീ വ്യക്തികൾക്ക് സമ്മതമില്ലെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് വരാൻ പ്രയാസം വന്നു കഴിഞ്ഞാൽ, അവർ വന്നില്ലെങ്കിൽ പകരക്കാരനായിട്ട് എന്നെ എടുക്കാം എന്ന് പറയുന്ന ഔദാര്യം അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിനോട് ആ രീതിയിൽ പ്രതികരിക്കാനായിട്ട് എനിക്ക് ലേശം പ്രയാസം വന്നു. ഒരാളെ അങ്ങനെ അപമാനിക്കുക എന്ന് പറയുന്നത് അത്ര ശരിയല്ല എന്ന മട്ടിൽ ഞാൻ അവരോട് ആവശ്യത്തിനുള്ള പ്രതികരണം തൽക്കാലം അതുവരെയും മര്യാദയുടെ ഭാഷയിൽ പരമാവധി പോകാൻ ശ്രമിച്ചിട്ട് ഞാൻ പറയുന്നൊരു കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത്രയൊന്നും കാര്യങ്ങൾ അറിഞ്ഞുകൂടെ? ഒരു സംവാദത്തിൻ്റെ സാമാന്യ മര്യാദ ഒരാളെ ക്ഷണിക്കുമ്പോൾ അയാളുടെ സാമാന്യ മര്യാദയ്ക്ക് പെരുമാറുക എന്നുള്ളതാണ്. അവർക്ക് ആരിഫ് ഹുസൈനും ലിയാഖത്തും അവർക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ ഡേറ്റിലല്ലല്ലോ, വേറെ ഏതെങ്കിലും ഡേറ്റിൽ അവർക്ക് എന്നെയോ മറ്റൊരാളെയോ ഒക്കെ സംവാദത്തിന് ക്ഷണിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു മര്യാദയല്ലേ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ താങ്കൾക്ക് സമ്മതമാണോ എന്ന് ഇങ്ങോട്ട് ചോദിക്കുകയല്ലേ വേണ്ടത്? ഞങ്ങൾ അവർ 2 പേരുമായിട്ട് ഓൺലൈൻ സംവാദം താല്പര്യപ്പെടുന്നുണ്ട്, അവർ 1-ാം തീയതി വന്നില്ലെങ്കിൽ താങ്കൾക്ക് സമ്മതമാണോ എന്ന് ചോദിക്കേണ്ട ഒരു സ്വാഭാവിക മര്യാദയുണ്ട്. അത്രയും പറഞ്ഞപ്പോഴേക്കും അവർക്ക് അംഗീകരിക്കുകയാണ്. ഓക്കെ, ഞങ്ങൾ പറഞ്ഞത് ഒരു മര്യാദയുടെ ഭാഗമായിട്ട് ഞങ്ങൾ എടുക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്വാഭാവികമായിട്ട് മര്യാദയുടെ ഭാഷയിലേക്ക് സാരിഫ് എന്ന് പറയുന്ന UAയുടെ അല്ലെങ്കിൽ അൺമാസ്കിംഗ് അനോമലിസിൻ്റെ പ്രതിനിധി എത്തുകയാണ്. എന്നിട്ട് എന്നോട് അവർ ഉപദേശിക്കുകയാണ്, ഞാൻ ഈ ലിയാഖത്തിൽ ഈ ആരിഫ് ഹുസൈനെയും അതുപോലെ ജബ്ബാർ മാഷിനെയും, ഈ രംഗത്തൊന്നും ഇല്ലാത്ത ജബ്ബാർ മാഷിനെയും കൂടി ജനാധിപത്യ മര്യാദ പഠിപ്പിക്കണം. അവർക്ക് ഞാൻ പഠിപ്പിച്ച ജനാധിപത്യ മര്യാദ ഇഷ്ടപ്പെട്ടു, അവരത് പഠിച്ചു. അതുകൊണ്ട് ഇനി ഞാൻ മറ്റുള്ള ആൾക്കാരെയും കൂടി പഠിക്കണം. ജബ്ബാർ മാഷും ആരിഫ് ഹുസൈനും ലിയാഖത്ത് അലിയോട് ജനാധിപത്യ വിരുദ്ധമായിട്ട് പെരുമാറിയെങ്കിൽ മാത്രമല്ല എനിക്ക് അവരെ ജനാധിപത്യ മര്യാദ പഠിപ്പിക്കേണ്ടതുള്ളൂ. ജനാധിപത്യ മര്യാദ പ്രകടിപ്പിക്കാതെ പെരുമാറിയ സാഹചര്യത്തിലാണ് എനിക്ക് അങ്ങനെ സംസാരിക്കേണ്ടി വന്നത്. ഇനി മറ്റൊരു ഡിമാൻഡ് കൂടി ഇങ്ങോട്ട് മുന്നോട്ട് വയ്ക്കുകയാണ്. ഞായറാഴ്ച സംഭവത്തിൽ ഞാൻ ഒഴിവാക്കാനായിട്ട് അവരോട് ആവശ്യപ്പെട്ടു. എന്താണ് ഒഴിവാക്കപ്പെടാനുള്ള കാരണവും ഞാൻ പറയുന്നുണ്ട്. എനിക്ക് അന്നേ ദിവസം മറ്റൊരു സംവാദം ക്ലബ് ഹൗസിൽ ഉണ്ട്. ക്ലബ് ഹൗസിൽ ഖുറാനിസ്റ്റ് കേരള എന്ന് പറയുന്ന ഒരു ഇസ്ലാമിസ്റ്റ് വിഭാഗവുമായി ഖുർആൻ്റെ കാലിക പ്രസക്തി എന്ന വിഷയത്തിൽ അന്നേ ദിവസം ഒരു സംവാദം ഞാൻ നേരത്തെ തന്നെ ഏറ്റെടുത്തിട്ടുള്ളതാണ്. അത് ആഴ്ചകൾക്ക് മുമ്പേ തന്നെ ഫിക്സ് ചെയ്യപ്പെട്ടതാണ്. അതുകൊണ്ട് എനിക്ക് അന്നേ ദിവസം, അതായത് 1/12/2024 രാത്രി 8 മണിക്ക് ഈ പറയുന്ന ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുമായി ക്ലബ് ഹൗസിൽ സംവാദം ഉറപ്പിച്ചിരിക്കുകയും എനിക്ക് ഈ ഞായറാഴ്ചത്തെ അല്ലെങ്കിൽ 1-ാം തീയതിയിലെ സംവാദത്തിൽ പങ്കെടുക്കാനായിട്ട് പറ്റില്ല. അത് എനിക്ക് പ്രയാസമുള്ള കാര്യമാണ്, അത് നടക്കാത്ത കാര്യമാണ്. ഒരേ സമയം 2 ഡിബേറ്റിൽ പങ്കെടുക്കാനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പോൾ അത് പറഞ്ഞപ്പോൾ പറയുന്നത്, ആരിഫ് താങ്കളെ ഡെലിഗേറ്റായിട്ട് പ്രഖ്യാപിച്ചു, ആരിഫ് അവരുടെ ടീമിൽ എന്നെ ഉൾപ്പെടുത്തി പ്രഖ്യാപിച്ചു, അതുകൊണ്ടാണ് ഞായറാഴ്ച ദിവസത്തേക്ക് എന്നെ പരിഗണിച്ചത്
എന്ന് പറയുന്നു. അതുകൊണ്ട് ഞായറാഴ്ച പ്രയാസം ഉണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒഴിവാക്കാം എന്നൊരു കാര്യം ഇങ്ങോട്ട് പറയുകയാണ്. വേറൊരു ദിവസം നമുക്ക് നിങ്ങൾക്കായിട്ട് അലോട്ട് ചെയ്യാം. ഓക്കെ, അവിടെ ഞാനൊരു കമൻറ്റ് പറയുന്നുണ്ട്. ഓക്കെ, ഗുഡ്. 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, മറ്റൊരു ദിവസത്തേക്ക് എന്നെ പരിഗണിക്കാം എന്ന് പറയുന്ന അവരുടെ സൗമനസ്യത്തിന്, അപ്പോൾ പ്രകടിപ്പിച്ച ജനാധിപത്യ മര്യാദയ്ക്ക് അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ ഗുഡ്, അതൊരു നല്ല കാര്യമാണ്. കാരണം എനിക്കൊരു മറ്റൊരു ദിവസം അലോട്ട് ചെയ്യാമെന്ന് പറഞ്ഞതിൽ എനിക്ക് അവരോടുള്ള ആ ഒരു താല്പര്യം പ്രകടിപ്പിക്കാനായിട്ട് ഓക്കെ ഗുഡ് പറയുന്നു. രണ്ടാമതായിട്ട്, ആദ്യമായിട്ടാണ് ജനാധിപത്യ രീതിയിൽ ഈ കോർഡിനേറ്റർ എന്നോട് മര്യാദയുടെ ഭാഷയിൽ സമനോടെന്നതുപോലെ സംസാരിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോഴും എനിക്കത് അല്പം കുഴപ്പമില്ല, ഒരു സംസാരിക്കാൻ കൊള്ളാവുന്നൊരു വ്യക്തിയെ പോലെ തോന്നിയത് കൊണ്ടാണ് ഞാനപ്പോൾ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ പിന്നീട് എന്നോട് വീണ്ടും ഇതേ കാര്യം പറഞ്ഞ് മെസ്സേജ് അയക്കുകയാണ്. 1-ാം തീയതി ഞങ്ങൾ ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്, അതിൽ നിങ്ങൾ വരണം. അത് ആരിഫും ലിയാഖത്തിലും വന്നില്ലെങ്കിൽ വരണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും മെസ്സേജ് ചെയ്യുന്നു. അപ്പോൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ലിങ്ക് ഇങ്ങോട്ട് അയക്കുന്നു. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, എനിക്ക് അന്നത്തെ ദിവസം വേറെ ഡിബേറ്റ് ഉണ്ട്, പക്ഷേ ഞാനൊരു കാര്യം ശ്രമിച്ചു നോക്കാം. അവരുമായിട്ടുള്ള സംവാദം, അതായത് മറ്റേ ടീമായിട്ടുള്ള സംവാദം, അതിൽ നിന്നും എനിക്ക് പകരം മറ്റൊരാളെ നൽകാൻ പറ്റുമെങ്കിൽ, അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ടുള്ള സംവാദത്തിൽ വരാൻ ശ്രമിക്കാം അല്ലെങ്കിൽ പറ്റുമെന്ന് നോക്കാം എന്നുള്ള കാര്യം പറയുന്നു. അതോടൊപ്പം ഞാൻ മറ്റൊരു കാര്യം കൂടി ആവശ്യപ്പെടുന്നുണ്ട്. അതായത് തൊട്ട് തലേ ദിവസമാണ്, ശനിയാഴ്ച, അതായത് 30/11/2024 ഞാനൊരു കാര്യം ചോദിക്കുന്നത്. നിങ്ങൾ സംവാദത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്, അതിൻ്റെ ഒരു സ്ട്രക്ചർ, അവരാണല്ലോ സംവാദത്തിൻ്റെ സ്ട്രക്ചറൊക്കെ തീരുമാനിച്ചത്, അതിൻ്റെ സ്ട്രക്ചർ ഒന്ന് അയച്ചു തരണം. 2, എനിക്ക് എൻ്റെ പ്രസൻറ്റേഷനിൽ, എൻ്റെ സംവാദത്തിൽ എൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് കുറച്ച് ഓഡിയോ വീഡിയോ വിഷ്വൽ എയ്ഡ്സ് ഉപയോഗിക്കാനുണ്ട്. അത് ഉപയോഗിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി തരണം. മാത്രമല്ല, അതിനുള്ള ക്ലയൻ്റ് എന്ന രീതിയിൽ എനിക്ക് അതിനുള്ള ഫെസിലിറ്റി, ഇത് സ്ട്രീം ചെയ്യുന്ന പരിപാടിയാണ്, അപ്പോൾ അതിൻ്റെ ക്ലയൻ്റ് എന്ന രീതിയിലേക്ക് ഒരു ഫെസിലിറ്റി, പ്രസൻറ്റേഷനുള്ള ഫെസിലിറ്റി തരണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അവർ പറയുന്നത് ഓക്കെ ഫോർമാറ്റൊക്കെ അയച്ചു തന്നു. ഫോർമാറ്റ് അയച്ചു തന്നു. ഞങ്ങൾ ആരിഫ് ഹുസൈൻ ഒരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്, അത് തന്നെ താങ്കൾക്കും എന്നുള്ള മട്ടിലോട്ട് പറഞ്ഞു. ഓക്കെ, പക്ഷെ അടുത്ത കാര്യം പറയുന്നത്, ഞങ്ങൾക്ക് ഒരു മോഡിനെ, എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഭാഗത്തൊരു മോഡിനെ പോസ്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റില്ല. അവർക്ക് അതിൻ്റെ ലിങ്ക് കൊടുക്കാനായിട്ട്, പാസ്വേഡ് കൊടുക്കാനായിട്ടൊക്കെ അവർക്ക് സാങ്കേതിക പ്രയാസമുണ്ട് എന്നുള്ള മട്ടിൽ അവരിങ്ങോട്ടൊരു പ്രസൻറ്റേഷൻ, ഒരു കാര്യം പറയുകയാണ്. ഞാനതിലൂടെ എന്താണ് പ്രതികരിക്കുക? നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് തുല്യതയാണ്, അവസര സമത്വമാണ്, തുല്യമായിട്ടുള്ള സ്വാതന്ത്ര്യവും അവകാശങ്ങളും ആണ് നമ്മൾ ചോദിക്കുന്നത്. അത് തരാൻ അവർക്ക് സാധ്യമല്ല എന്ന് പറയുന്നു. വീണ്ടും ലിങ്ക് അയച്ചു തരുന്നു. ഇതാണ് ഞാനും സാരിഫ് എന്ന് പറയുന്ന UAE കോർഡിനേറ്ററും തമ്മിൽ നടന്നിട്ടുള്ള ടെക്സ്റ്റ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ വോയിസ് മെസ്സേജ് എന്ന് പറയുന്നതും. പിന്നീട് എന്തുകൊണ്ട് ഞാൻ ഞായറാഴ്ച അല്ലെങ്കിൽ 1/12/2024 ഇവരുടെ സംവാദവേദിയിലേക്ക് പോയി എന്നുള്ളതും കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. എന്തായാലും ഇവരൊരു അപമര്യാദ കാണിച്ചു. മറ്റൊരു ദിവസം അലോട്ട് ചെയ്യാമെന്ന് ഇങ്ങോട്ട് വാക്ക് പറഞ്ഞിട്ട് അവർ അലോട്ട് ചെയ്യാതെ എന്നെ അതേ ദിവസത്തെ തന്നെ സംവാദത്തിൻ്റെ ലിങ്ക് അയച്ചു തന്നിട്ട്, സംവാദവേദിയിലേക്ക് കടക്കാനുള്ള ലിങ്ക് അയച്ചു തന്നിട്ട് അവരൊരു പരിപാടി ആസൂത്രണം ചെയ്യുന്നുള്ള കാര്യം സാമാന്യ ബുദ്ധിയുള്ള ഒരാളെന്ന രീതിയിൽ എനിക്ക് മനസ്സിലായി. കാരണം ഇവർ അവിടെ എന്ത് വീൺവാക്കാണ് മുഴക്കുക എന്നുള്ളത് നമുക്കറിയാമല്ലോ. ഞങ്ങൾ ആരിഫിനെ ക്ഷണിച്ചു, ആരിഫ് പേടിച്ചോടി. ഞങ്ങൾ ലിയാഖത്തിനെ വിളിച്ചു, ലിയാഖത്ത് പേടിച്ചോടി. അവർക്ക് പകരമായിട്ട് അവർ ഓഫ്ലൈനിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞിരുന്നവരല്ല, ഓൺലൈനിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞിരുന്നവരല്ല. ഓൺലൈനിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞത് ഏതോ ഒരു ഷിഹാബുദ്ദീൻ മേത്തർ, അദ്ദേഹത്തിന് ഞങ്ങൾ ലിങ്ക് അയച്ചു കൊടുത്തു, സംവാദത്തിൻ്റെ സ്ട്രക്ചർ അയച്ചു കൊടുത്തു, അദ്ദേഹവും ഒളിച്ചോടിയിരിക്കുന്നു എന്നുള്ള ആ എന്താ പറയുക, ആ വീൺവാക്ക് പറച്ചിൽ അല്ലെങ്കിൽ ആ നിലവിളി അവിടെ മുഴങ്ങും എന്നുള്ള കാര്യം ഇവരുടെ സ്വഭാവം അത്യാവശ്യം പഠിച്ചിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ അന്നേ ദിവസം വൈകുന്നേരം ഇവരുടെ സംവാദ പരിപാടി തുടങ്ങുന്നത് 7 മണിക്കാണെന്ന് അനൗൺസ് ചെയ്യപ്പെട്ടതുകൊണ്ട് 6:57 ഇവർ തന്ന ലിങ്കിലൂടെ ഞാൻ അവിടെ കയറി. കാരണം അവരുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സ്റ്റേജിലേക്ക് വരാനായിട്ട് പറ്റും. അതുവരെയും ഞാൻ ബാക്ക് സ്റ്റേജിൽ ആയിരിക്കും. ഞാൻ ബാക്ക് സ്റ്റേജിൽ 6:57 എത്തിയ കാര്യം അത് ഹോസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അൺമാസ്കിംഗ് അനോമലീസ് ടീമിന് അവിടെ അറിയാം. പക്ഷെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അവിടെ അർമാദിക്കുകയാണ്. ആരിഫ് ഹുസൈനെ ക്ഷണിച്ചു വരുന്നില്ല, ലിയാഖത്തിനെ ക്ഷണിച്ചു വരുന്നില്ല എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള ബഹളവും ആഹ്ലാദ പ്രകടനവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമാണ്, നമുക്കറിയാം. പക്ഷെ ഞാൻ അവിടെ ബാക്ക് സ്റ്റേജിൽ ഇരിപ്പുണ്ട്. 7 മണിക്കാണ് സംവാദം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നു, 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നു. ഞാൻ അവിടെ ഉണ്ടെന്നുള്ള കാര്യം ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. എന്നിട്ട് മൈൻഡ് ചെയ്യാവുന്ന സാഹചര്യത്തിൽ എൻ്റെ ഒരു സുഹൃത്ത് അവരുടെ ചാറ്റ് ബോക്സിൽ, അവരുടെ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുകയാണ്, ഷിഹാബുദ്ദീൻ മേത്തർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ബാക്ക് സ്റ്റേജിൽ. കൂടാതെ എനിക്ക് ചാറ്റിൽ എഴുതാനുള്ള സൗകര്യം അപ്പോൾ ഉണ്ട്. കമൻറ്റ് ബോക്സിൽ പോകണമെങ്കിൽ ഞാൻ ലീവ് ചെയ്തിട്ട് ഇറങ്ങി കമൻറ്റ് ചെയ്യണം. അപ്പോൾ ചാറ്റ് ബോക്സിൽ ഞാൻ
ഇവർ കാണാൻ വേണ്ടിയിട്ട് വായിക്കാൻ വേണ്ടിയിട്ട് എഴുതിയിടുകയാണ് ഐ ആം വെയിറ്റിംഗ് ഹിയർ, ഞാൻ ബാക്ക് സ്റ്റേജിലുണ്ട്, വെയിറ്റ് ചെയ്യുകയാണെന്നുള്ള മട്ടിലിടുന്നു. 10 മിനിറ്റ് കഴിയുന്നു, 15 മിനിറ്റ് കഴിയുന്നു, 20 മിനിറ്റ് കഴിയുന്നു. വീണ്ടും കമൻറ്റുകൾ നിരവധിയായിട്ട് ഇവരുടെ യൂട്യൂബ് ചാനലിൽ കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കമൻറ്റ് വായിച്ചു പോകണം എന്ന് അവർക്ക് നിർബന്ധിക്കാനും നമുക്ക് പറ്റില്ല. പക്ഷേ അവിടെ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്, കമൻറ്റുകൾ വായിക്കാനുള്ള സമയം അവർക്കുണ്ട്. മാത്രമേ ബാക്ക് സ്റ്റേജിൽ ഞാനുണ്ടെന്നുള്ള കാര്യം അറിയുകയും ചെയ്യാം. എന്നിട്ട് ഒരു സാമാന്യ മര്യാദ ഒന്ന് സ്റ്റേജിലേക്ക് വിളിച്ച ശേഷം ഞങ്ങൾക്ക് ഈ സംവാദമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാനുണ്ട്, അത് പറയാനായിട്ട് 10 മിനിറ്റ് അല്ലെ 15 മിനിറ്റ് സമയം വേണം, അതൊരു വെയിറ്റ് ചെയ്യാമോ എന്ന് ചോദിക്കുക. ഇതൊക്കെയാണല്ലോ സാമാന്യം വരിക. നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ അതിഥിയല്ലേ. അതിഥി ഗേറ്റിൻ്റെ അവിടെ നിൽക്കുമ്പോൾ വിളിച്ചു വരുത്തിയ ആൾ അല്ലെങ്കിൽ അതിഥിയായിട്ട് ക്ഷണിച്ച ഒരാൾ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുമ്പോൾ നിങ്ങളിവിടെ പാട്ടും കേട്ട് കൂത്തുമായിട്ട് കഴിയുന്ന പരിപാടി ശരിയാണോ എന്ന് അത് ശരിയായിരുന്നു എന്ന് മാത്രമേ അവരോട് ചോദിക്കാറുള്ളൂ, UA ടീമിനോട് ചോദിക്കാറുള്ളൂ. അങ്ങനെ അരമണിക്കൂറോളം കാത്തു നിർത്തിയ ശേഷം അകത്ത് കിടത്തിയിട്ട് എന്നാൽ നമുക്ക് സംവാദം തുടങ്ങാം. ഇങ്ങനെയാണ് ഒരു സംവാദം ആരംഭിക്കുക. അത് സ്ട്രക്ചറിങ് വായിച്ച് തീർക്കാൻ പോവുകയാണ്. അപ്പോഴാണ് ഞാൻ പറയുന്നത് എനിക്ക് വേറെ സംവാദം ഉണ്ടെന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ നേരത്തെ അറിയിച്ചിരുന്നതാണ്. മറ്റൊരു ദിവസം തരണമെന്നുള്ള കാര്യവും ഞാൻ നിങ്ങളെ അറിയിച്ചിട്ടുള്ളതാണ്. എനിക്ക് ഇന്ന കാരണങ്ങളാണ് കാരണങ്ങളാലാണ് അസൗകര്യമെന്നും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. മാത്രമല്ല നിങ്ങളിവിടെ ഇത്രയും നേരം കിടന്ന് നിലവിളിച്ചിട്ടുള്ളത് ഞാൻ ആരിഫ് ഹുസൈൻ്റെ ഡെലിഗേറ്റ് ആണ് എന്നുള്ള മട്ടിലാണ്. നിരവധി തവണ അവരവിടെ പറഞ്ഞു. ഞാൻ ആരിഫ് ഹുസൈൻ ഡെലിഗേറ്റ് ആണെന്ന് നിങ്ങളോട് പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ അവരിങ്ങോട്ട് പറയുകയാണ് ആരിഫ് അങ്ങനെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആരിഫ് ഹുസൈൻ അങ്ങനെ അനൗൺസ് ചെയ്തിട്ടില്ല. കാരണം ഞാൻ ആരിഫ് ഹുസൈൻ്റെ ഡെലിഗേറ്റ് അല്ല, ഞാൻ ദ ഇൻഫിഡൽസ് എന്ന് പറയുന്ന ഇൻഫിഡൽസ് ടീമിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആരിഫ് ഹുസൈൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നെങ്കിലും അറിയാമെങ്കിലും ഒരു പക്ഷേ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടാകുമോ എന്ന് പറയുന്ന 0.0001% ഒരു സംശയമുണ്ടല്ലോ. അതുകൊണ്ട് ആരിഫ് ഹുസൈൻ അങ്ങനെ അനൗൺസ് ചെയ്തിട്ടില്ല എന്നൊന്നും ഞാൻ കട്ടായമായിട്ട് പറയാൻ പോയില്ല. കാരണം നമുക്ക് ഒരു പക്ഷേ എന്തെങ്കിലും കാരണവശാൽ പറഞ്ഞിട്ടുണ്ടെങ്കിലോ എന്നൊരു ലെവലിൽ അദ്ദേഹം അങ്ങനെ തെറ്റായി പറയുന്നൊരു ധാരണയൊന്നുമില്ല. എങ്കിലും ഇവരിങ്ങനെ ഉറപ്പിച്ച് പറയുന്ന സ്ഥിതിക്ക് ഒക്കെ ഞാൻ പറയുന്നത് എന്നോട് ചോദിക്കണ്ടേ, താങ്കൾ ആരിഫ് ഹുസൈൻ്റെ ഡെലിഗേറ്റ് ആണോ അല്ലയോ എന്നുള്ള കാര്യം എന്നോട് ചോദിച്ചിട്ടല്ലേ എന്നെ ആരിഫ് ഹുസൈൻ ഡെലിഗേറ്റായിട്ട് നിങ്ങൾ ചിത്രീകരിക്കാൻ പാടുള്ളൂ. ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എല്ലാവർക്കും കണ്ടവർക്ക് അറിയാം. ഓക്കെ, എന്നെക്കുറിച്ച് അങ്ങനെ തെറ്റായ ഒരു പരാമർശം നടത്തിയതിൽ ക്ഷമ ചോദിക്കാൻ പറയുന്നു. ക്ഷമ ചോദിച്ച ശേഷം വീണ്ടും ആരിഫ് ഹുസൈൻ്റെ ഡെലിഗേറ്റ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും അപഹസിക്കുകയാണ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആരിഫ് ഹുസൈൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഒന്ന് പറഞ്ഞു എന്ന മട്ടിൽ നുണ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക, അരമണിക്കൂറിലധികം നുണ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്ന് പറയുന്ന സാമാന്യ മര്യാദയില്ലായ്മ, സത്യസന്ധത ഇല്ലായ്മയാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതിൽ അവർ ഖേദം പ്രകടിപ്പിക്കുന്നുമില്ല. എന്നോട് മാത്രമല്ല, പൊതുസമൂഹത്തോട് ഖേദം പ്രകടിപ്പിക്കേണ്ടതാണ്, ആരിഫ് ഹുസൈനോട് ഖേദം പ്രകടിപ്പിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ആരിഫ് ഹുസൈൻ നുണയനാണ് എന്ന് 100 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവർ ഞങ്ങൾ ആരിഫ് ഹുസൈനെ വിശ്വസിച്ചു പോയി. എന്ത് കാര്യത്തിൽ? ഷിഹാബുദ്ദീൻ മേത്തർ എൻ്റെ ഡെലിഗേറ്റ് ആണെന്ന് ആരിഫ് ഹുസൈൻ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ആരിഫ് ഹുസൈനെ വിശ്വസിച്ചു പോയി. അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര നേരം ആരിഫ് ഹുസൈൻ്റെ ഡെലിഗേറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നത് എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കുക. ആരിഫ് ഹുസൈൻ പറയുന്നത് മുഴുവൻ നുണയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് ആരിഫ് ഹുസൈൻ ഷിഹാബുദ്ദീൻ മേത്തർ എൻ്റെ ഡെലിഗേറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും അത് വിശ്വസിക്കുക? ആൾക്കാരെ മണ്ടന്മാരാക്കാനായിട്ട് ഇങ്ങനെ താല്പര്യപ്പെടുകയും സാമാന്യ ജനത്തിൻ്റെ സാമാന്യ ബോധത്തെ തീരെ മനസ്സിലാക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു വിചിത്ര സ്വഭാവമുള്ള ഒരു വിഭാഗമാണ് ഇവർ. അപ്പോൾ ആരിഫ് ഹുസൈനും ലിയാഖത്തും ഒക്കെ ഇവർ ഉടായിപ്പുകളാണ്, ശുദ്ധ അല്ലെങ്കിൽ ലിയാഖത്തിൻ്റെ ഭാഷയിൽ ഉണ്ടാക്കന്മാരാണ് എന്ന് പറഞ്ഞപ്പോൾ അത്ര വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവരുടെ ഇത്തരം നെറികെട്ട പരിപാടികൾ കാണുമ്പോൾ അതൊന്ന് തുറന്നു കാണിക്കാൻ ഒരവസരം നമുക്കവിടെ ചെറിയ തോതിൽ കുറച്ച് സമയത്തേക്കെങ്കിലും കിട്ടും എന്നുള്ള ഒരു ധാരണയിലാണ് അവിടെ ചെന്നപ്പോൾ തന്നെ ഞാൻ ശബ്ദിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ മൈക്ക് മ്യൂട്ട് ചെയ്ത് വയ്ക്കുക എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായി. ഓക്കെ, ഒരു ഹോസ്റ്റിന് ക്ലയൻറ്റിൻ്റെ മൈക്കൊക്കെ മ്യൂട്ട് ചെയ്യാം, പക്ഷെ മ്യൂട്ട് ചെയ്ത ശേഷം പറയണം ഇന്ന ആവശ്യം കൊണ്ടാണ്, ഇന്ന കാരണത്താലാണ് മൈക്ക് മ്യൂട്ട് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ മര്യാദ. അത് പറയാതെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മൈക്ക് മ്യൂട്ട് ചെയ്ത ശേഷം ഞാൻ എൻ്റെ മൈക്ക് മ്യൂട്ടഡ് ആണ് എന്ന് കടലാസിൽ എഴുതി ഡിസ്പ്ലേ ചെയ്യുമ്പോൾ പറയണം നിങ്ങൾക്ക് വേണമെങ്കിൽ മൈക്ക് അൺമ്യൂട്ട് ചെയ്യാമല്ലോ. അതാണ് ഒരു മര്യാദ. ഒരു ഹോസ്റ്റ് മൈക്ക് മ്യൂട്ട് ചെയ്താൽ നമ്മൾ സൈലൻ്റായിട്ട് ഇരിക്കേണ്ടതാണ് അതിൻ്റെ മര്യാദ. സ്വയം പിന്നെ അൺമ്യൂട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ ഇതുപോലെ വിഷ്വൽ പ്രസൻറ്റേഷനിലൊക്കെ പങ്കെടുക്കുന്ന ആൾക്കാർ ഒന്നൊരു ചർച്ച നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെയ്തു വരുന്ന സാമാന്യ മര്യാദയുള്ള കാര്യം. അത് പുലർത്താൻ ഞാൻ ബാധ്യസ്ഥനായതുകൊണ്ടാണ് ഞാൻ അവിടെ സ്വയം മൈക്ക് അൺമ്യൂട്ട് ചെയ്യാതെ ഇരുന്നത്. പക്ഷേ നിങ്ങൾ ആ മര്യാദ കാണിക്കാതെ എന്നോടൊരു വാക്ക് പറയാതെ മ്യൂട്ട് ചെയ്ത ശേഷം പോലും എനിക്ക് അറിയിപ്പ് നൽകാതെ പന്നത്തരം കാണിക്കുന്ന പരിപാടിയാണ് ചെയ്തത് UA ടീം. ഇത്തരം പന്നത്തരമുള്ള ടീമിനോട് ഇനിയുള്ള കാലത്ത് ഞാൻ ആ സംവാദത്തിൽ പെരുമാറിയിട്ടില്ല. സംവാദത്തിൽ റെഡിയാണെന്ന് അവരെ അറിയിച്ചിട്ടുണ്ട്. 5-ാം തീയതിക്കും 20-ാം തീയതിക്കും ഡിസംബർ മാസം 2024 ഏതാണ്ട് 16 ദിവസം വരും. ആ ദിവസങ്ങളിൽ ഏത് ദിവസവും ഇവരുമായിട്ട് ഏത് സമയത്തും
ഇവരുമായിട്ട് സംവാദത്തിൽ ഞാൻ പറഞ്ഞ വിഷയത്തിൽ, ഇവർ പറഞ്ഞ വിഷയത്തിൽ, ഞാൻ എഗ്രി ചെയ്ത വിഷയത്തിൽ സംവാദത്തിന് തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോഴും പറയുന്നു, തയ്യാറാണ്. സംവാദത്തിന് നിങ്ങൾ മാന്യത കാണിക്കുമെങ്കിൽ, മര്യാദ കാണിക്കുമെങ്കിൽ, തരികിട കാണിക്കില്ല എന്ന് നിങ്ങൾ ഉറപ്പ് തരുമെന്നുണ്ടെങ്കിൽ സംവാദത്തിന് തയ്യാറാണ്. ഒരു വെല്ലുവിളി നടത്തുമ്പോൾ സഹസംവാദകരോട് അല്ലെങ്കിൽ എതിർ വിഭാഗത്തോടുള്ള പ്രതിപക്ഷ മര്യാദയും സാമാന്യ മര്യാദയും നിങ്ങൾ പുലർത്താൻ തയ്യാറാണെങ്കിൽ UA ടീമിനെ വീണ്ടും ഉണർത്താനായിട്ട് ശ്രമിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞ വിഷയത്തിൽ സംവാദത്തിന് തയ്യാറാണ്. പക്ഷേ എനിക്ക് മറുപക്ഷമായിട്ട് ഒരാൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. എൻ്റെ മൈക്ക് മ്യൂട്ട് ചെയ്ത് അഭ്യാസം കാണിക്കുന്ന പരിപാടി ഉണ്ടാകാൻ പാടില്ല. തുല്യ അവസരം, തുല്യ സമയം, തുല്യ റെപ്രസെൻറ്റേഷൻ ഉണ്ടായിരിക്കണം. ഇതാണ് ഒരു സംവാദത്തിന് സാമാന്യമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള മാനദണ്ഡങ്ങൾ. അവ പാലിക്കാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ ഞാൻ പിന്മാറുന്നു. പാലിക്കാൻ തയ്യാറാണെങ്കിൽ ഒരു 3 ദിവസത്തെങ്കിലും മിനിമം അഡ്വാൻസ് ഇൻഫർമേഷൻ തരണം. അല്ലാതെ സംവാദം നടത്താൻ ഉദ്ദേശിക്കുന്നു പറയുന്ന ഞായറാഴ്ച വൈകിട്ട് 6:59 1/12/2024 7 മണിക്ക് സംവാദം നടത്താതിരിക്കുകയാണ്. എനിക്ക് അവസാനത്തെ മെസ്സേജ് അവർ തരുന്നത് സംവാദം ആരംഭിക്കാതിരിക്കുന്നതിന് 10 നിമിഷം മുമ്പാണ്. ഇങ്ങനെ അഭ്യാസം കാണിച്ചിട്ട് ആൾക്കാരുടെ മുമ്പിൽ ആളാകാനുള്ള പരിപാടി നിർത്തിവെക്കുക എന്നുള്ളതാണ് പ്രബുദ്ധ കേരളത്തിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും മാന്യമായ കാര്യം, സത്യസന്ധമായിട്ടുള്ള കാര്യം. അത് UA ടീമിനെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് സംവാദത്തിന് തയ്യാറാണ് എന്ന് ആവർത്തിച്ചുകൊണ്ട് മിനിമം 3 ദിവസത്തെയോ 5 ദിവസത്തെയോ അഡ്വാൻസ് ഇൻഫർമേഷൻ നിങ്ങൾ ഫിക്സ് ചെയ്യുന്ന ഡേറ്റിന് മുമ്പായിട്ട് ഇൻഫർമേഷൻ എനിക്ക് തരണം എന്നത് സാമാന്യ മര്യാദയാണെന്ന് കൂടി ഓർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ അവസാനമായിട്ട് അബ്ദുള്ള ബാസിനോട് പറയാനുള്ളത്, ഒന്ന്, ഷിഹാബുദ്ദീൻ മേത്തർ ആരിഫിൻ്റെ പ്രതിനിധിയാണെന്ന് ആരിഫ് പറഞ്ഞു എന്ന് പറഞ്ഞ ഉഡായിപ്പ്, അതാണ് ഫസ്റ്റ് പറഞ്ഞ ഉഡായിപ്പ്. അത് നുണയാണ്. അതിനുള്ള തെളിവ് അബ്ദുള്ള ബാസിൽ കൊണ്ടുവരണം. 2, എന്താണ്, ആരിഫിൻ്റെ പ്രതിനിധിയാണോ എന്നുള്ള ചർച്ച നിങ്ങളുമായിട്ട് നടത്തിയിട്ടുള്ള ചാറ്റിൽ ചോദിച്ച സമയത്ത് അല്ല എന്ന് ഈ പറഞ്ഞ പരിപാടി നടക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പ് കൃത്യമായിട്ട് ഷിഹാബുദ്ദീൻ മേത്തർ പറഞ്ഞിട്ടുണ്ട്. ചാറ്റിൽ നിങ്ങളോട് റിപ്ലൈ തന്നിട്ടുണ്ട്, അല്ല എന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതാണ് അബ്ദുള്ള ബാസിനും ടീമും നടത്തുന്ന ഉഡായിപ്പുകൾ. അപ്പോൾ അത് ചെയ്യാതിരിക്കുക. അതേപോലെ ഒരുപാട് ആളുകൾ, ഇൻഫിഡൽസ് ടീമിൽ ഒരുപാട് ആളുകൾ ഈ പറഞ്ഞ ഫോം ഫില്ല് ചെയ്തിട്ടുണ്ട് പല സബ്ജക്റ്റും വെച്ചിട്ട്. അതിനിതുവരെ ഒരു റെസ്പോൺസും കിട്ടിയിട്ടില്ല. അതും ഒന്ന് അബ്ദുള്ള ബാസിൽ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അബ്ദുള്ള ബാസിനോട് പറയാനുള്ളത്, ഈ ഉഡായിപ്പൊക്കെ നിർത്തിയിട്ട് നല്ല രീതിയിലുള്ള സംവാദങ്ങൾ നടത്താം. അത് ഷിഹാബുദ്ദീൻ ഭായി പറഞ്ഞു. സംവാദത്തിന് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ആ കണ്ടീഷൻസും കാര്യങ്ങളും ഏതൊക്കെ ദിവസങ്ങളിലാണ് ഫ്രീ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഷിഹാബുദ്ദീൻ ഭായി പറഞ്ഞിട്ടുണ്ട്. അതിന് കൃത്യമായി റെസ്പോണ്ട് ചെയ്യുക. ഇതുപോലുള്ള ഉഡായിപ്പുകൾ ഇനി ഇറക്കാതിരിക്കുക. ഇനിയും അത് ചെയ്യാതിരിക്കുക. അതാണ് അതിൽ പറയാനുള്ളത്. അൺമാസ്കിംഗ് അനോമലീസുമായിട്ട് നടത്തിയിട്ടുള്ള കംപ്ലീറ്റ് ചാറ്റ് ഇതിന് ശേഷം നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമ്മളത് ഫുൾ സ്ക്രോൾ ചെയ്ത് കാണിക്കുന്നതാണ്. ഓക്കെ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക്
Thank you.